കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മളിന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ദൂതായിട്ട് ചില വചനങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു. അവനെ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുന്നവർ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ, അതുപോലെ തന്നെ അവർ വഞ്ചന മുറുകെ പിടിച്ചുകൊണ്ട് മടങ്ങി വരാൻ മടിയായിരിക്കുന്നു, മനസ്സില്ലാതിരിക്കുന്നു. ഇതൊക്കെയും വിശദീകരിക്കാൻ ഇപ്പോൾ നമുക്ക് സമയമില്ല. എന്നാൽ നമ്മളിത് പ്രാരംഭത്തിൽ കേട്ട ദൈവത്തിൻ്റെ വചനം, അത് നമ്മൾ ഇന്ന് നമ്മുടെ ഓർമ്മയിൽ വിട്ടുമാറാതിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെന്നാൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന, അല്ലെങ്കിൽ ശുചീകരണം വരുത്താത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് അവിടെ നാം കാണുകയാണ്. അപ്പോ ഏതാണ് ഒരു മനുഷ്യൻ അനുകരിക്കേണ്ടത്? എന്താണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പകർത്തേണ്ടത്? ഇത് പുതിയ നിയമസഭയിൽപ്പെട്ട അനവധി പേർക്കും നമുക്ക് എല്ലാവർക്കും തന്നെ അജ്ഞമായിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഏറ്റവും ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ തെറ്റില്ലാത്തവൻ, ജീവിതത്തിൽ പാപമില്ലാത്തവൻ, പിഴവില്ലാത്തവൻ ഒരുവനേ ഉള്ളൂ. അവരൊറ്റ മനുഷ്യനേ ഉള്ളൂ, അവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് പറഞ്ഞതിന്റെ കാരണം, ബാക്കിയുള്ള എല്ലാ മനുഷ്യർക്കും ശരിയുണ്ട്, തെറ്റുമുണ്ട്. അതുപോലെ തന്നെ ഇനി ഒരു മനുഷ്യൻ വരാനിരിക്കുന്നു, പാപത്തിന്റെ മനുഷ്യൻ, അധർമ്മമൂർത്തി എന്ന് പറയുന്നു. അവനിൽ ശരിയില്ല, തെറ്റ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ മനുഷ്യനെ പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യൻ ഞാൻ അനുകരിക്കേണ്ടത് ഏതാണ്? ഞാൻ അബ്രഹാമിനെ അനുകരിക്കുക. അബ്രഹാമിനെ അനുകരിച്ചാൽ അബ്രഹാമിൽ അനുകരിക്കേണ്ടതുണ്ട്, അനുകരിക്കാൻ പാടില്ലാത്തതുണ്ട്. ഞാൻ ദാവീദിനെ അനുകരിക്കുക. ദാവീദിൽ അനുകരിക്കേണ്ടതുണ്ട്, അനുകരിക്കാൻ പാടില്ലാത്തതുണ്ട്. മോശയെ അനുകരിക്കുക. മോശയാണുള്ളത് ഏറ്റവും സൗമ്യനായ മനുഷ്യൻ. മോശയെ അനുകരിക്കുക. മോശയിലും അനുകരിക്കേണ്ടതുണ്ട്, അനുകരിക്കാൻ പാടില്ലാത്തതുണ്ട്. അതായത് ദൈവത്തിന്റെ സ്വഭാവവും ദൈവത്തിന്റെ എതിരാളിയുടെ സ്വഭാവവും സകല മനുഷ്യരിലും, സകല ഭക്തന്മാരിലും, വിശ്വാസ ശ്രേഷ്ഠന്മാരിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അനുകരിക്കേണ്ടതേ ഉള്ളൂ, അനുകരിക്കാൻ പാടില്ലാത്തത് ഇല്ല. അവിടെയാണ് മനുഷ്യൻ കണ്ടെത്തേണ്ട കാര്യം. അത് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ സശ്രദ്ധം നമ്മൾ പഠിക്കുമ്പോൾ അതൊരു കാര്യം മനസ്സിലാവും. എന്താ പറയുക, അനേകര് ഞാൻ ദാവീദ് ചെയ്തതുപോലെ അത് ചെയ്യുക, അബ്രഹാം എന്നെ അനുകരിക്കുക എന്ന് പറയുമ്പോൾ അവർ ശ്രേഷ്ഠമായ കാര്യമാണ് ചെയ്യുന്നതെന്ന് തോന്നാം. എന്നാൽ എല്ലാ കാര്യവും ദാവീദിന് പറ്റിയ വീഴ്ച, പാപത്തിന് ന്യായം പറഞ്ഞ് നിൽക്കുന്ന ജീവിതങ്ങളെ എനിക്കറിയാം. ഒരു പാപത്തിൽ അകപ്പെടുമ്പോൾ ദാവീദിന് സംഭവിച്ചതുപോലെ എനിക്ക് സംഭവിച്ചു എന്ന്, അല്ലെങ്കിൽ അതുപോലെ സംഭവിക്കാം എന്ന് വ്യംഗ്യമായി അർത്ഥമുള്ള വാക്ക് പറയുന്നത് ഞാൻ കേട്ടു. സത്യത്തിൽ അവൻ, അല്ലെങ്കിൽ ദാവീദ്, തനിക്ക് വന്ന വീഴ്ച അത് പരിശുദ്ധാത്മാവിലാണോ? പരിശുദ്ധാത്മാവിൽ അവൻ സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്, ആത്മാവിൽ ഒന്ന് യുദ്ധം ചെയ്തിട്ടുണ്ട്, നീതി നടത്തിയിട്ടുണ്ട്, അനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഊര്യാവിനെ കൊന്നത് പരിശുദ്ധാത്മാവിലാണോ? അല്ല. അവരുടെ ഭാര്യ എടുത്ത പരിശുദ്ധാത്മാവിലാണോ? അല്ല. ഇത് തമ്മിൽ തിരിച്ച് ഏറ്റവും മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം അറിയണം. അതാണ് ക്യാരക്ടർ സ്റ്റഡി എന്ന്, സ്വഭാവ പഠനം എന്ന് നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏത് വ്യക്തി എടുത്താലും അതിൽ അനുകരിക്കാവുന്നു, അനുകരിക്കാൻ പാടില്ലാത്തതുണ്ട്. അത് വേർതിരിച്ചതിന് ശേഷം വേണം നമ്മൾ അനുകരിക്കാനായിട്ട്. ഇല്ല എങ്കിൽ തെറ്റിപ്പോകും. കർത്താവിന്റെ വചനം പറയുന്നത്, ഈ
യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന പ്രകാരമാണ്, നിങ്ങളിൽ ദൈവം വസിക്കുമാറാക്കിയ തന്റെ ആത്മാവ് അസൂയയ്ക്കായി കാക്ഷിക്കുന്നുവോ? ഒരാൾ അസൂയ വരിക, പരിശുദ്ധാത്മാവ് അസൂയയ്ക്കായി കാക്ഷിക്കുമോ? ഇല്ല. ഇനി പരിശുദ്ധാത്മാവിൽ ഒരു മനുഷ്യന് യേശു ശപിക്കപ്പെട്ടതെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സാധിക്കുന്ന കാര്യങ്ങളുണ്ട്, അല്ലാതെ സാധിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതാണ് ഇവർക്ക് തെറ്റിയത്. ഏത്? ഇവിടെ പരീശന്മാർക്കും ഈ യഹൂദന്മാർക്കും തെറ്റിയത് എങ്ങനെയാണ്? അപ്പനെ അമ്മയോ നോക്കണം, അവരെ പരിപാലിക്കണം, അവരെ സൂക്ഷിക്കണം, അവരെ ബഹുമാനിക്കണം എന്നുള്ള കാര്യങ്ങൾക്ക് അവരൊരു പരിപാടി, അവരൊരു കാര്യം ഉണ്ടാക്കി. നിനക്ക് എന്നെ കൊണ്ട് ഉപകാരമായി വരേണ്ടത് കുർബാൻ എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ നീ അമ്മയും അപ്പനെയും നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പനെയും അമ്മയും നിനക്ക് ദീർഘായുസ്സോടെ ഇരിക്കാൻ നീ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ള വാക്ക് പരിശുദ്ധാത്മാവ് എഴുതിയതാ. ഇത് അവർ വേറൊരു രൂപത്തിലാക്കി കുർബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പിന്നെ അപ്പനെയും അമ്മയും ആദരിക്കണ്ട എന്ന് പറയും. അതാരെഴുതിയതാ? എഴുതിയ യഹൂദന്മാർ മുഴുവനും ഈ കുർബാൻ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി അവിടെ നിൽക്കുന്നു. ഇത് തമ്മിൽ തിരിച്ചറിയാത്തതാണ് ഈ സംഗതിയുടെ പ്രശ്നം. ഇത് തന്നെയാണ് കർത്താവിന്റെ കൂടി നമ്മൾ കേട്ടത്, കേൾക്കാനിടയായി തീർന്നത്. എന്താണ്? കൈ കഴുകണം, ചന്തയിൽ നിന്ന് വന്നാൽ കുളിച്ചിട്ടേ വിഷയമുള്ളൂ, വസ്ത്രം അലക്കണം, വസ്ത്രം മാറണം, മുതലായുള്ള മുഴുവൻ നിയമങ്ങളാണ്, മുഴുവനും. എന്നാൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ന്യായമായ കാര്യങ്ങളുണ്ട്, അത് പരിശുദ്ധാത്മാവ് എഴുതിയതാണ്. അത് നോക്കാൻ ആയിട്ട് താല്പര്യമില്ല. ദാവീദ് കാഴ്ചയപ്പത്തിന്റെ മേശ തന്നു. ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് പുരോഹിതന്മാർക്ക് മാത്രമുള്ള. പക്ഷെ ദാവീദ് പോയപ്പോൾ അത് തിന്ന്, സാഹചര്യം വന്നപ്പോൾ അത് തിന്നു, അത് ഭക്ഷിച്ചു. കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് എങ്ങനെ തിന്നാവോ? അത് തിന്നു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കണം. ദാവീദിനെ ശിക്ഷിക്കേണ്ടതാണ്. ദാവീദും കൂട്ടരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ കാഴ്ചയപ്പത്തിന്റെ മേശ കൊടുത്തു, അത് അവൻ ഭക്ഷിച്ചു. എനിക്ക് തെറ്റുകാരനാണ്. എന്നാൽ അവൻ തെറ്റുകാരനല്ല. അതേ പ്രവൃത്തി അതിനെ ആധാരമാക്കിക്കൊണ്ട് യേശു പ്രവർത്തിച്ചു. കാരണം യേശു പറയുന്നത് പ്രകാരമാണ്, ദാവീദ് ചെയ്തത് നിങ്ങൾക്കറിയില്ലേ? അപ്പൊ ദാവീദ് ചെയ്തത് ഏതിലാണ്? പരിശുദ്ധാത്മാവിലാണ് ചെയ്തത്. അപ്പൊ ആത്മാവിൽ മനുഷ്യൻ ചെയ്തതിനെയും അല്ലാത്തതിനെയും വേർതിരിച്ച് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. യേശു അത് കൃത്യമായിട്ട് ഓരോരുത്തരുടെയും സ്വഭാവത്തിൽ, നമ്മൾ പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാരുടെ സകല സ്വഭാവങ്ങളും, ആത്മാവിലുള്ള സ്വഭാവങ്ങൾ, സൽസ്വഭാവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യേശുവിൽ ഏതെങ്കിലും ഒരു ഉണ്ടാവും. അബ്രഹാമിന്റെ ഉണ്ടാവും, നോഹയുടെ ഉണ്ടാവും, ഹാവേലിന്റെ ഉണ്ടാവും. അതുപോലെ തന്നെ വിശുദ്ധന്മാരെ എല്ലാവരുടെയും സൽസ്വഭാവത്തിന് ഒരു അംശമെങ്കിലും യേശുവിൽ ഉണ്ടാവും. യേശുവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് സൽഗുണ സമ്പൂർണനാണ്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണനായിരിക്കും എന്ന് ദൈവജനത്തെ ദൈവം പഠിപ്പിക്കുമ്പോൾ തന്നെ അതിനൊരു മാതൃകയാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഇന്ന് ലോകത്തിൽ പല സമ്പ്രദായങ്ങളും നടക്കും. ഉപദേശം പലതരത്തിൽ. ദൈവം ആരെന്നുള്ള ചോദ്യത്തിന് പലവിധ ഉപദേശങ്ങൾ ലോകത്തുണ്ട്, പലവിധ സംസ്കാരങ്ങൾ ലോകത്തുണ്ട്. അവിടെ നിന്ന് നമ്മൾ എന്തെല്ലാം കേൾക്കുന്നു. ഇപ്പൊ പുതിയതായിട്ട് മാറ്റം വരുത്തിയതിനെ സംബന്ധിച്ചിടത്തോളം തിരുവത്താഴ ശുശ്രൂഷ എങ്ങനെ നടത്തണം, തിരുവത്താഴ ശുശ്രൂഷ അങ്ങനെ നടത്തിയാൽ മതിയോ, ഇങ്ങനെ നടത്തിയാൽ മതിയോ, സ്നാനം അങ്ങനെ നടത്തിയാൽ മതിയോ, ഇരുത്തി വേണോ അതോ നിർത്തി വേണോ, വെള്ളം കോരി ഒഴിച്ചാൽ മതിയോ, ഇങ്ങനെ 100 സംശയങ്ങളാണ്. ഓരോരുത്തരും നമുക്ക് വെച്ചിരിക്കുന്ന മാതൃകയെല്ലാം ഓരോ തരത്തിലുള്ളതാണ്. ഇതിലേത് നമ്മൾ അനുകരിക്കും? ആദ്യമേ ദൈവത്തിന് മുമ്പാകെ ഇരുന്ന് ഞാൻ പിടിച്ചത് ശരിയെന്നുള്ളതല്ല, ഏറ്റവും ആദ്യം അവിടെ ഇരുന്നതിന് ശേഷം പിതാക്കന്മാർ ചെയ്തു പോകുന്നത് പരിശുദ്ധാത്മാവ് അംഗീകരിച്ചതും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ചെയ്തതും പരിശുദ്ധാത്മാവ് ഉൾപ്പെടാതെ ചെയ്തതും പരിശുദ്ധാത്മാവിന്റെ സമ്മതമില്ലാതെ ചെയ്തതും തമ്മിൽ വേർതിരിച്ചെടുക്കുക. അതിന് ഒരു മനുഷ്യന് സാധിച്ചു കഴിഞ്ഞാൽ അവനെ ദൈവം നിശ്ചയമായിട്ട് മാനിക്കും. അവൻ അബദ്ധത്തിൽ പെടാൻ കർത്താവ് സമ്മതിക്കില്ല. ഇതാണ് നമ്മൾ കേട്ടത്. നമ്മൾ കേട്ടത് നമുക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ അത് മനസ്സിലായില്ല എങ്കിലും ശ്രദ്ധയോടെ നമ്മൾ കേട്ടാൽ, ശ്രദ്ധയോടെ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്തുണ്ടെന്നറിയാം. കാരണം പരിശുദ്ധാത്മാവിന് അതിനും അപ്പുറം ഒരു കാര്യമുണ്ട്.
പരിശുദ്ധാത്മാവിനാൽ അംഗീകരിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഈ കാലഘട്ടത്തിലെ പരിശുദ്ധാത്മാവ് അംഗീകരിച്ചതായിരിക്കണം. ഈ കാലഘട്ടത്തിലെ, അതായത് ആകാശത്ത് തീ ഇറക്കി 50 പേരെയും അവന്റെ അവനോട് കൂടെ വന്ന ആളെയും ഏലിയാവ് പറഞ്ഞു, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 പേരെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആകാശത്ത് തീ ഇറങ്ങി ദഹിപ്പിച്ചു കളഞ്ഞു. ഇത് പരിശുദ്ധാത്മാവിലോ അല്ലാതെ സംശയമില്ല, നമുക്ക് പരിശുദ്ധാത്മാവില്ല, അത് പരിശുദ്ധാത്മാവ് തന്നെയാണ്, അതിന് സംശയമില്ല. പരിശുദ്ധാത്മാവ് കാലഘട്ടത്തിലെ ആത്മാവാണെന്ന് മാത്രം. എന്നാൽ പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് ശമരിയക്കാര് അവരെ തള്ളിക്കഴിഞ്ഞപ്പോൾ, അതായത് ശുശ്രൂഷയ്ക്ക് ചെയ്യാൻ പെസഹ നടത്താനായിട്ട് ഒരുക്കിയ ഒരു സ്ഥലത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി അവരെ ഭർഷിച്ചു വിട്ടു, അവര് തള്ളിക്കളഞ്ഞു, അവർ പറഞ്ഞതെല്ലാം തള്ളിക്കളഞ്ഞു. ആ ദേഷ്യത്തോടെ വന്നതിന് ശേഷം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് തീ ഇറക്കി ഇവരെ നശിപ്പിക്കാനായിട്ട് സമ്മതമുണ്ടോ? കാരണം അത് പരിശുദ്ധാത്മാവിനല്ലേ. അപ്പോ കർത്താവ് ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന്റെ നദിയിൽ നിന്ന് അറിയുന്നില്ല. ഏലിയാവിലുണ്ടായിരുന്നതും പരിശുദ്ധാത്മാവാ, ഇന്ന് നിങ്ങളിലുള്ളതും പരിശുദ്ധാത്മാവാ. പക്ഷെ കാലഘട്ടത്തിന് വ്യത്യാസമുണ്ട്. അന്നുണ്ടായിരുന്നത് ന്യായപ്രമാണത്തിന്റെ ആത്മാവാ, ഇന്ന് അങ്ങനെയല്ല, കൃപയുടെ ആത്മാവാണ്. കൃപയുടെ ആത്മാവിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാമെന്നുള്ളത് ദൈവത്തിന് മുമ്പാകെ ഇരുന്ന് അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ചെയ്യില്ല. ഇല്ല എങ്കിൽ എത്രയോ പേർ എന്തെല്ലാം അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നു, എന്തെല്ലാം തെറ്റുകൾ ആവർത്തിക്കുന്നു, എന്തെല്ലാം ദൈവഹിതമല്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ചാടുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിക്കണം എന്നല്ല പറഞ്ഞത്. പിന്നെയോ, ഞാൻ കർത്താവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരി ആയിരിക്കും. ഞാൻ കർത്താവിനെ അനുകരിച്ചിട്ടുണ്ട്. കർത്താവിനെ അനുകരിച്ചതിന് മാത്രമേ നിങ്ങൾ അനുകരിക്കാവൂ. അല്ലാതെ എന്നെ മുഴുവനായിട്ട് അനുകരിച്ചാൽ നിങ്ങൾ തെറ്റും. എന്നില് വല്ല നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. ആ നല്ല വശം കർത്താവിനെ അനുകരിച്ചതാ. അത് വേർതിരിച്ചെടുത്തതിന് ശേഷം ഇത് കർത്താവിന്റെ സ്വഭാവം തന്നെയാണെന്ന് അറിഞ്ഞതിന് ശേഷം വേണം ഒരാളെ പിൻപറ്റാൻ വേണ്ടി. ഇല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെ നമ്മൾ വിശ്വസിച്ച് പറയുന്നത് കേൾക്കും, ഇതെല്ലാം ശരിയാ, ഈ പറയുന്നത് എല്ലാം ശരിയാ, അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നല്ലതാ, എത്തേണ്ടുന്ന സ്ഥലത്ത് എത്തും എന്നൊക്കെ പറഞ്ഞു പോകും. അവൻ ഏറ്റവും വലിയ ദോഷത്തിൽ അകപ്പെടുകയും ചെയ്യും. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കും നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾക്കും നമ്മളുടെ അനുഭവങ്ങൾക്കും നമ്മൾ പിൻപറ്റുന്നതിനും നമ്മൾ അനുകരിക്കുന്നതിനും ഏറ്റവും ആദ്യമേ തന്നെ ഒരു മാനദണ്ഡം, എങ്ങനെ? കൃപയുടെ ആത്മാവിനാൽ ഏതെല്ലാം കാര്യങ്ങൾ വ്യവസ്ഥയുണ്ടോ ആ വ്യവസ്ഥ മാത്രം പിന്തുടരുവാൻ തക്കവണ്ണം കൃപയുടെ ആത്മാവിലല്ലാത്ത നിലക്കുകയും നീക്കിക്കളഞ്ഞുകൊണ്ട്, അതൊക്കെ അവരുടെ ബലഹീനത കൊണ്ട് ചെയ്തു പോയതാ. പത്രോസ് പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് ജാതികളോട് ഭക്ഷണം കഴിക്കാതെ മാറി നിന്നു. അത് നമ്മൾ അനുകരിക്കണ്ട. അവരുടെ ബലഹീനത കൊണ്ട് ചെയ്തത് അതൊക്കെ. അത് ബലഹീനത കൊണ്ട് ചെയ്തതും പരിശുദ്ധാത്മാവ് ചെയ്തതും നമുക്കൊന്ന് വേർതിരിച്ചെടുത്ത്, കർത്താവേ, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഒന്നാമത് തന്നെ അനുകരണം എന്ന് പറയുമ്പോൾ, നമ്മൾ ഇവിടെ ഒരു സഭയുടെ സ്ഥാപകൻ താടി നീട്ടി വളർത്തിയതിനു ശേഷം ആ സഭയിൽ അതൊരു സംസ്കാരമായി. കാരണം ആളുകൾക്കുള്ളിൽ ആ സഭയില് തലമുറയിൽ അനേകം, പേര് കേട്ടൊരു സഭ, ഞാൻ സഭയുടെ പേര് പറയുന്നില്ല, വലിയൊരു കൂട്ടം താടി വളർത്തുന്നവരായി തീർന്നു. എന്താ, അത് ശരിയാകട്ടെ തെറ്റാകട്ടെ, എന്നാൽ എത്രയോ അനുകരിക്കത്തക്കതായ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കത്തക്കായ കാര്യങ്ങൾ അവിടെ കിടക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവദാസന്മാർ ചെയ്ത പ്രവൃത്തിയെ അനുകരിക്കാൻ കർത്താവിനോട് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ അനുകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ട സ്ഥാനത്തെത്തും. അതാണ് ആ പറഞ്ഞതിന്റെ സാരം. കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധയോടെ ഇരുന്ന് ഈ വിഷയത്തിന്മേൽ കർത്താവ് നമുക്ക് തരുന്ന നിശ്ചയത്തിൽ മുമ്പോട്ട് പോകാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. യേശു പറഞ്ഞു, ഇതാ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, സത്യം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ എന്നെ കല്ലെറിയാൻ ഭാവിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, അബ്രഹാം അങ്ങനെ ചെയ്തില്ലല്ലോ. നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു, ഞാൻ സത്യം പറഞ്ഞതുകൊണ്ട്. അങ്ങനെ അബ്രഹാം ചെയ്തില്ലോ. താരതമ്യം ഏത് കാര്യത്തിനും പൂർവ്വ പിതാക്കന്മാരെയും അപ്പോസ്തലന്മാരെയും വിശ്വാസ പിതാക്കന്മാരെയും എല്ലാം ശ്രദ്ധിച്ചു നോക്കി അനുകരിക്കാൻ നമുക്ക് വ്യവസ്ഥയുണ്ട്. പക്ഷേ കൃപയുടെ ആത്മാവ് ചെയ്യുന്നതാണോ, കൃപയുടെ ആത്മാവിനാൽ ആകുന്നുവോ എന്ന് സൂക്ഷ്മതയോടെ പരിശോധിച്ച് നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ വാക്കുകളെയും നമ്മുടെ ജീവിതത്തെയും ക്രമീകരിച്ചു കഴിഞ്ഞാൽ
നമുക്കൊരു ദോഷം വരാതെ വണ്ണം എത്തേണ്ടുന്ന സ്ഥലത്ത് എത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. അതിനുവേണ്ടി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.